മധ്യപ്രദേശിലെ ഒരു മരതകമാണ് ഓർച്ച. രജപുത്രന്മാരുടെ നഗരമെന്നതിൽ അഭിമാനിക്കുന്നു. മധ്യപ്രദേശിലെ വടക്കൻ ഭാഗത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 1605-നും 1626-നും ഇടയിൽ രാജാ ബീർസിംഗ് ദിയോ ഒന്നാമനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണിത്. 67.6 മീറ്റർ വീതിയുള്ള ചതുരശ്രാകൃതിയിലുള്ള മുറ്റത്തിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിലെ 136 മുറികൾ ചുമർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ബുന്ദേല മുഗളന്മാരുമായി ഉള്ള നല്ല ബന്ധത്തെ സാദൃശ്യപ്പെടുത്തുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ താഴികക്കുടങ്ങൾ, മുറികൾ, പ്രവേശന കവാടങ്ങൾ, ടെറസുകൾ, ഇടനാഴികൾ എന്നിങ്ങനെ ഹിന്ദു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സംഗമസ്ഥാനം നമുക്കിവിടെ തിരിച്ചറിയാൻ കഴിയും. 220 അടി വശമുള്ള ചതുരാകൃതിയിലുള്ള പ്രൈസി ബ്രൗൺ സ്മാരകമാണിത്. 8 മനോഹരമായ താഴികക്കുടങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ചതുരശ്രാകൃതിയിലുള്ള പിണ്ഡമായി ഇത് ഉയരുന്നു. ഒരു മധ്യകാല കോട്ടയിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ ഗുണങ്ങളും ഇത് ഉൾക്കൊള്ളുന്നു. ബേത്വ നദിയുടെ തീരത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുപാടും ഹരിതവനങ്ങളാൽ മനോഹരവും റൊമാൻറ്റിക് ചുറ്റുപാടുകളും കാഴ്ചകളാൽ പ്രദാനം ചെയ്യുന്നു. ആനയുടെ ചിത്രവും മുറികൾക്കുള്ളിലെ പെയിൻറ്റിങ്ങും കൊട്ടാരത്തിന് ഹിന്ദു വാസ്തുവിദ്യയുടെ സ്പർശം നൽകുന്നു. ഒട്ടകപ്പുരയാണ് അവരുടെ കൊട്ടാരം. കെട്ടിടം മുഴുവനും ജഹാംഗീറിൻ്റെയും രാജാ ബീർസിംഗ് ദിയോയുടെയും സൗഹൃദത്തിനായി സമർപ്പിക്കപ്പെട്ടതാണ്. ഈ കൊട്ടാരത്തിൻ്റെ ബേസ്മെൻറ്റിൽ 100 മുറികൾ സൈനികർക്കും ബാക്കിയുള്ള 136 മുറികൾ അതിഥികൾക്കുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഇത്രയും വലിയ കൊട്ടാരം പണിതതിനു ശേഷവും ജഹാംഗീർ ഇവിടെ ചെലവഴിച്ചത് ഒരു രാത്രി മാത്രമാണ്.